ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എസ് ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ 2025 ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്കുള്ള ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചോദ്യം വായിച്ചിട്ട് 3 ഓപ്ഷൻസും വായിക്കും, ഉത്തരം പറയില്ല. അങ്ങനെ 100 ചോദ്യങ്ങൾ. അത് കഴിഞ്ഞ് ആ 100 ചോദ്യങ്ങളും ഞാൻ ഓപ്ഷൻസും വായിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ വായിക്കും. നിങ്ങൾ ഒരു പേപ്പറും ഒരു പേനയും എടുത്തിട്ട് ഓരോ ചോദ്യത്തിൻ്റെയും നേർക്ക് നിങ്ങൾ ആ ഓപ്ഷൻസ് ഏതാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം: ശക്തനായ സേനാനി ആയിരുന്നു, വേശ്യപുത്രനുമായിരുന്നു. ആര്? ഓപ്ഷൻസ്: എ ഗിലെയാദ്, ബി ജെഫ്ത, സി ഗിദെയോൻ. രണ്ടാമത്തെ ചോദ്യം: ജെഫ്തായുടെ പിതാവ് ആരായിരുന്നു? ഓപ്ഷൻ എ ഗിലെയാദ്, ബി സാംസൺ, സി ബാറക്. മൂന്നാമത്തെ ചോദ്യം: ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ കൂട്ടിക്കൊണ്ടുവരുവാനായി ഏത് സ്ഥലത്തേക്കാണ് പോയത്? ഓപ്ഷൻ എ മൊവാബിലേക്ക്, ബി ഏദോമിലേക്ക്, സി തോബ് എന്ന സ്ഥലത്തേക്ക്. 4. നിങ്ങൾ എന്നെ എവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ എന്നാണ് ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചത്. ഓപ്ഷൻസ്: എ ഗിലെയാദിൽ നിന്ന്, ബി മാതൃഭവനത്തിൽ നിന്ന്, സി പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന്. അഞ്ചാമത്തെ ചോദ്യം: ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ എ ബാലാക്, ബി സീഹോൻ, സി സിപ്പോർ. 6. സീഹോൻ എവിടെ താവളമടിച്ചാണ് ഇസ്രായേലിനോട് പൊരുതിയത്? ഓപ്ഷൻ എ യാഹാസിൽ, ബി മൊവാബിൽ, സി ഗിലെയാദിൽ. 7. അമോര്യ രാജാവിൻ്റെ ദൈവം ആരായിരുന്നു? ഓപ്ഷൻ എ ബാൽ, ബി അഷേര പ്രതിഷ്ഠകൾ, സി കെമോഷ്. 8. ചോദ്യം: മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ആരായിരുന്നു? ഓപ്ഷൻ എ ബാലാക്, ബി ജെഫ്ത, സി സീഹോൻ. 9. ആ നിലയ്ക്ക് നീ എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപന്മാർ 1:27 പ്രകാരം ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ സിപ്പോറിൻ്റെ, ബി ജെഫ്തായുടെ, സി അമോര്യ രാജാവിൻ്റെ. 10. തന്നെ എതിരേൽക്കാൻ വരുന്നവനെ എങ്ങനെ കർത്താവിന് അർപ്പിക്കുമെന്നാണ് ജെഫ്ത നേർന്നത്? ഓപ്ഷൻ എ ദഹനബലിയായി, ബി സമാധാനബലിയായി, സി ധാന്യബലിയായി. 11. തൻ്റെ കന്യാത്വത്തെ പ്രതി എത്ര നാൾ വിലപിക്കാനാണ് ജെഫ്തായുടെ മകൾ തൻ്റെ പിതാവിനോട് അനുവാദം ചോദിച്ചത്? ഓപ്ഷൻ എ 1 മാസത്തേക്ക്, ബി 2 മാസത്തേക്ക്, സി 3 മാസത്തേക്ക്. 12. ചോദ്യം: എഫ്രൈംകാർ യുദ്ധത്തിനൊരുങ്ങി ചെന്നത് എവിടേക്ക്? ഓപ്ഷൻ എ സഫോണിലേക്ക്, ബി മൊവാബിലേക്ക്, സി ഗിലെയാദിലേക്ക്.
13. ജെഫ്ത ആരെയെല്ലാം ഒന്നിച്ചു കൂട്ടിയാണ് എഫ്രായിമിനോട് യുദ്ധം ചെയ്തത്? ഓപ്ഷൻ എ അമോന്യരെയെല്ലാം, ബി ഗിലെയാദുകാരോടൊപ്പം, സി മൊവാബുകാരെയെല്ലാം. 14. ജെഫ്ത മരിച്ചപ്പോൾ എവിടെയാണ് അടക്കിയത്? ഓപ്ഷൻ എ ഗിലെയാദിൽ, ബി എഫ്രായിമിൽ, സി ബേത്ലഹേമിൽ. 15. ജെഫ്ത ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ്? ഓപ്ഷൻ എ 6 വർഷം, ബി 8 വർഷം, സി 12 വർഷം. 16. ഇബ്സാൻ്റെ പുത്രന്മാരുടെ എണ്ണം എത്ര? എ 40, ബി 20, സി 30. 17. ഇബ്സാന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ന്യായാധിപൻ ആരായിരുന്നു? ഓപ്ഷൻ എ ജെഫ്ത, ബി ഏലോൻ, സി അബ്ദോൻ. 18. അബ്ദോൻ്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനുണ്ടായ കഴുതകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 70, ബി 60, സി 40. 19. ന്യായാധിപന്മാർ 12-ാം അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരെക്കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻ എ 4, ബി 6, സി 2. 20. ന്യായാധിപന്മാർ 13:2 പ്രകാരം സോറായിൽ ഉണ്ടായിരുന്ന ദാൻ ഗോത്രക്കാരൻ ആരായിരുന്നു? ഓപ്ഷൻ എ സാംസൺ, ബി മനോവ, സി ഹില്ലേൽ. 21. കർത്താവ് ഇസ്രായേലിനെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? ഓപ്ഷൻ എ 40 വർഷം, ബി 20 വർഷം, സി 10 വർഷം. 22. എന്തൊക്കെ കുടിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഓപ്ഷൻ എ ലഹരി പാനീയങ്ങൾ, ബി മുന്തിരിച്ചാർ, സി വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ. 23. പ്രസവിക്കാൻ പോകുന്ന പുത്രൻ്റെ തലയിൽ എന്ത് തൊടരുതെന്നാണ് ദൂതൻ പറഞ്ഞത്? ഓപ്ഷൻ എ ക്ഷൗരക്കത്തി, ബി സോപ്പ്, സി എണ്ണ. 24. അവൻ ജനനം മുതൽ ആർക്ക് നാസീർ വ്രതക്കാരനായിരിക്കും എന്നാണ് 13:5 പറയുന്നത്? ഓപ്ഷൻ എ കർത്താവിന്, ബി മിശിഹായ്ക്ക്, സി ദൈവത്തിന്. 25. ആര് തൻ്റെ അടുത്ത് വന്നു എന്നാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത്? ഓപ്ഷൻ എ ദൈവദൂതൻ, ബി ദൈവപുരുഷൻ, സി കർത്താവിൻ്റെ ദൂതൻ. 26. 13:9 പ്രകാരം സ്ത്രീയുടെ അടുത്ത് വീണ്ടും ദൈവദൂതൻ വന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ വീട്ടിലായിരിക്കുമ്പോൾ, ബി വഴിയിലായിരിക്കുമ്പോൾ, സി വയലിലായിരിക്കുമ്പോൾ. 27. ഞാൻ എന്ത് പാകം ചെയ്യുന്നതുവരെ നിൽക്കണമെന്നാണ് മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞത്? ഓപ്ഷൻ എ ആട്ടിൻകുട്ടിയെ, ബി ചെമ്മരിയാടിനെ, സി കോലാടിനെ. 28. നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. ഇത് ആരോട് പറഞ്ഞതാണ്?
ഓപ്ഷൻ എ ദൈവദൂതൻ മനോവയോട്, ബി കർത്താവിൻ്റെ ദൂതൻ മനോവയോട്, സി കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട്. 29. മനോവ ആട്ടിൻകുട്ടിയെ എന്തിനോടുകൂടെയാണ് കർത്താവിന് അർപ്പിച്ചത്? ഓപ്ഷൻ എ സമാധാന ബലിയോടുകൂടെ, ബി ധാന്യബലിയോടുകൂടെ, സി ദഹന ബലിയോടുകൂടെ. 30. എന്തുകൊണ്ട് നാം തീർച്ചയായും മരിക്കും എന്നാണ് മനോവ ഭാര്യയോട് പറഞ്ഞത്? ഓപ്ഷൻ എ ദൂതൻ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയതുകൊണ്ട്, ബി ദൈവത്തെ കണ്ടതുകൊണ്ട്, സി കമിഴ്ന്ന് വീണതുകൊണ്ട്. 31. താൻ ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടിയ കാര്യം സാംസൺ ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻ എ മാതാപിതാക്കന്മാരോട്, ബി സുഹൃത്തുക്കളോട്, സി പിതാവിനോട്. 32. 14:4 അനുസരിച്ച് ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത് ആരാണ്? ഓപ്ഷൻ എ അമലേക്യർ, ബി ഫിലിസ്ത്യർ, സി സീദോന്യർ. 33. സിംഹത്തെ ചീന്തിക്കളഞ്ഞ കാര്യം സാംസൺ ആരെയാണ് അറിയിക്കാതിരുന്നത്? ഓപ്ഷൻ എ ഫിലിസ്തീയ യുവതിയെ, ബി സുഹൃത്തുക്കളെ, സി മാതാപിതാക്കന്മാരെ. 34. ഞാൻ എന്തു പറയാമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? ഓപ്ഷൻ എ കഥ, ബി കടങ്കഥ, സി തമാശ. 35. കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് തോഴർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞത്? ഓപ്ഷൻ എ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ കൊന്നുകളയും, ബി ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും, സി ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ നശിപ്പിച്ചു കളയും. 36. ഏത് ദിവസം വരെയാണ് സാംസന്റെ ഭാര്യ സാംസനോട് കടങ്കഥയെപ്പറ്റി കേണു ചോദിച്ചത്? ഓപ്ഷൻ എ 3-ാം ദിവസം വരെ, ബി 5-ാം ദിവസം വരെ, സി വിരുന്ന് അവസാനിക്കുന്ന 7-ാം ദിവസം വരെ. 37. 14:18 പ്രകാരം എപ്പോഴാണ് പട്ടണവാസികൾ സാംസണോട് സംസാരിച്ചത്? ഓപ്ഷൻ എ 7-ാം ദിവസം സൂര്യോദയത്തിന് മുമ്പ്, ബി 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ്, സി 7-ാം ദിവസം നട്ടുച്ചയ്ക്ക്. 38. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ സാംസൺ ഏത് പട്ടണത്തിൽ ചെന്നാണ് 30 പേരെ കൊന്നത്? ഓപ്ഷൻ എ യൂദായിൽ ചെന്ന്, ബി ബെത്ലഹേമിൽ ചെന്ന്, സി അഷ്കലോണിൽ ചെന്ന്. 39. 11:1 പ്രകാരം എപ്പോഴാണ് സാംസൺ ഭാര്യയെ സന്ദർശിക്കാനായി ചെന്നത്? ഓപ്ഷൻ എ കുറേ നാൾ കഴിഞ്ഞ് ബാർലി വിളവെടുപ്പ് കാലത്ത്, ബി കുറേ നാൾ കഴിഞ്ഞ് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്, സി കുറേ നാൾ കഴിഞ്ഞ് ചോളം വിളവെടുപ്പ് കാലത്ത്. 40. ന്യായാധിപന്മാർ 15:4 പ്രകാരം സാംസൺ പിടിച്ച മൃഗം ഏതായിരുന്നു? ഓപ്ഷൻ എ കുറുനരി, ബി ചെന്നായ, സി വേട്ടപ്പട്ടി. 41. ഫിലിസ്ത്യരെ കൊന്നതിനു ശേഷം സാംസൺ പോയി താമസിച്ചത് എവിടെ? ഓപ്ഷൻ എ റാമായിൽ,
ബി ഏത്താം പാറക്കെട്ടിൽ, സി യൂദായിൽ. 42 ഫിലിസ്ത്യർ എന്തിനു വേണ്ടിയാണ് സാംസനെ ബന്ധനസ്ഥനാക്കിയത്? ഓപ്ഷൻ എ നാടുകടത്തുന്നതിന്, ബി കൊന്നുകളയുന്നതിന്, സി അവരോട് ചെയ്തതിന് പകരം വീട്ടുന്നതിന്. 43 നിങ്ങൾ എന്ത് സത്യം ചെയ്യുക എന്നാണ് സാംസൺ ഫിലിസ്ത്യരോട് പറഞ്ഞത്? ഓപ്ഷൻ എ നിങ്ങൾ എന്നെ കൊല്ലുകയില്ലെന്ന്, ബി നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന്, സി എന്നെ നാടുകടത്തുകയില്ലെന്ന്. 44 ജനങ്ങൾ സാംസനെ എന്തുകൊണ്ട് ബന്ധിച്ചാണ് പാറയ്ക്ക് പുറത്ത് കൊണ്ടുവന്നത്? ഓപ്ഷൻ എ പ്ലാസ്റ്റിക് കയറുകൊണ്ട്, ബി ചണക്കയറുകൊണ്ട്, സി പുതിയ 2 കയറുകൊണ്ട്. 45 എന്തിൻ്റെ താടിയല്ലേ കിടക്കുന്നതാണ് സാംസൺ കണ്ടത്? ഓപ്ഷൻ എ ആയിടെ ചത്ത ഒരു കഴുതയുടെ, ബി ആയിടെ ചത്ത ഒരു കുതിരയുടെ, സി ആയിടെ ചത്ത ഒരു ഒട്ടകത്തിൻ്റെ. 46 കഴുതയുടെ താടിയെല്ലുകൊണ്ട് സാംസൺ എത്ര പേരെയാണ് കൊന്നത്? ഓപ്ഷൻ എ 300 പേരെ, ബി 500 പേരെ, സി 1000 പേരെ. 47 സാംസൺ കഴുതയുടെ താടിയെല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? ഓപ്ഷൻ എ ലേഹി, ബി റാമാത്ത് ലേഹി, സി ഏത്താംപാറ. 48 റാമാത്ത് ലേഹി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ വലിയ മല, ബി വലിയ പർവ്വതം, സി താടിയെല്ലിൻ്റെ മല. 49 സാംസൺ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം തുറന്നത് എന്ത്? ഓപ്ഷൻ എ ഒരു പുതിയ വഴി, ബി ലേഹിയിൽ ഉള്ളുപൊള്ളയായ ഒരു സ്ഥലം, സി ഒരു നല്ല മാർഗം. 50 ന്യായാധിപന്മാർ 16:1 സാംസൺ എവിടേക്ക് പോയി എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ റാമായിലേക്ക്, ബി ഇസ്രയേലിലേക്ക്, സി ഗാസയിലേക്ക്. 51 കട്ടിളക്കാലോടുകൂടെ സാംസൺ പറിച്ചെടുത്തത് എന്ത്? ഓപ്ഷൻ എ അറപ്പുരയുടെ വാതിൽ, ബി പട്ടണപ്പടിപ്പുരയുടെ വാതിൽ, സി കളപ്പുരയുടെ വാതിൽ. 52 സാംസന്റെ എന്ത് മനസ്സിലാക്കാനാണ് നേതാക്കന്മാർ ദലീലയോട് പറഞ്ഞത്? ഓപ്ഷൻ എ സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്ന്, ബി സാംസനെ എങ്ങനെ ബന്ധിക്കാമെന്ന്, സി സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും. 53 ന്യായാധിപന്മാർ 16:9 അവൻ്റെ എന്തു പുറത്തായില്ല എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ അവൻ്റെ ബുദ്ധിയുടെ രഹസ്യം, ബി അവൻ്റെ ശക്തിയുടെ രഹസ്യം, സി അവൻ്റെ ശക്തിയുടെയും ബുദ്ധിയുടെയും രഹസ്യം. 54 നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് ദലീല 3-ാം വട്ടം ചോദിച്ചപ്പോൾ സാംസൺ എന്താണ് പറഞ്ഞത്? ഓപ്ഷൻ എ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ, ബി ചണക്കയറുകൊണ്ട് ബന്ധിച്ചാൽ, സി 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ. 55 ന്യായാധിപന്മാർ 16:15 സാംസൺ തന്നെ എത്ര പ്രാവശ്യം കബളിപ്പിച്ചു എന്നാണ് ദലീല പറയുന്നത്?
ഓപ്ഷൻ എ 3 പ്രാവശ്യം, ബി 5 പ്രാവശ്യം, സി 2 പ്രാവശ്യം. 56. താൻ എന്നു മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണെന്നാണ് സാംസൺ ദലീലയോട് പറഞ്ഞത്? ഓപ്ഷൻ എ 3 മാസം മുതലേ, ബി 6 മാസം മുതലേ, സി ജനനം മുതലേ. 57. ന്യായാധിപന്മാർ 16:20 പ്രകാരം സാംസൺ അറിയാതെ പോയ കാര്യം എന്ത്? ഓപ്ഷൻ എ കർത്താവ് തന്നെ ഉപേക്ഷിച്ച കാര്യം, ബി കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം, സി കർത്താവ് തന്നെ മനസ്സിലാക്കിയ കാര്യം. 58. എപ്രകാരമാണ് സാംസണെ കാരാഗൃഹത്തിലാക്കിയത്? ഓപ്ഷൻ എ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ച്, ബി ഓട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ച്, സി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ച്. 59. കാരാഗൃഹത്തിൽ സാംസന് കൊടുത്ത ജോലി എന്തായിരുന്നു? ഓപ്ഷൻ എ അരി പൊടിക്കുന്ന ജോലി, ബി ഗോതമ്പ് പൊടിക്കുന്ന ജോലി, സി മാവ് പൊടിക്കുന്ന ജോലി. 60. ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദേവൻ ആര്? ഓപ്ഷൻ എ കെമോഷ്, ബി ദാഗോൻ, സി ബാൽ. 61. സാംസണെ ഫിലിസ്ത്യ ജനങ്ങൾ തങ്ങളുടെ മുൻപിലേക്ക് വിളിച്ചത് എന്തിന്? ഓപ്ഷൻ എ അവരുടെ മുമ്പിൽ അഭ്യാസം കാണിക്കുന്നതിന്, ബി ശക്തി പ്രകടിപ്പിക്കുന്നതിന്, സി ബുദ്ധിശക്തി പ്രകടിപ്പിക്കുന്നതിന്. 62. കാരാഗൃഹത്തിൽ നിന്നും കൊണ്ടുവന്ന സാംസണെ നിർത്തിയത് എവിടെയാണ്? ഓപ്ഷൻ എ ഭിത്തികളുടെ ഇടയിൽ, ബി തൂണുകളുടെ ഇടയിൽ, സി മതിലുകളുടെ ഇടയിൽ. 63. ന്യായാധിപന്മാർ 16:27 പ്രകാരം മേൽത്തട്ടിൽ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നത് എത്ര പേരാണ്? ഓപ്ഷൻ എ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ, ബി ഏകദേശം 5000 സ്ത്രീ പുരുഷന്മാർ, സി ഏകദേശം 1000 സ്ത്രീ പുരുഷന്മാർ. 64. സാംസൺ തൻ്റെ മരണസമയത്ത് എത്ര പേരെയാണ് കൊന്നത്? ഓപ്ഷൻ എ 1000 പേരെ, ബി 10000 പേരെ, സി ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികം പേരെ. 65. എത്ര വെള്ളി നാണയം നഷ്ടപ്പെട്ടതിനെ പറ്റിയാണ് മിക്ക അമ്മയോട് പറഞ്ഞത്? ഓപ്ഷൻ എ 1100, ബി 3000, സി 1500. 66. ആർക്കാണ് ഒരു പൂജാഗൃഹം ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ ലേവ്യന്, ബി പുരോഹിതന്, സി മിക്കായ്ക്ക്. 67. ന്യായാധിപന്മാർ 17:8 പ്രകാരം ലേവ്യ യുവാവ് ബെത്ലഹേമിൽ നിന്നും പോയത് എന്തന്വേഷിച്ചാണ്? ഓപ്ഷൻ എ ജീവിക്കാൻ പറ്റിയ ഒരു ജോലി, ബി ജീവിക്കാൻ പറ്റിയ ഒരു വീട്, സി ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം. 68. വർഷം തോറും എന്ത് നൽകാമെന്നാണ് മിക്ക ലേവ്യനോട് പറഞ്ഞത്? ഓപ്ഷൻ എ 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും, ബി 50 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും, സി 10 സ്വർണ്ണ നാണയവും വസ്ത്രവും. 69. ലേവ്യ യുവാവ് മിക്കായ്ക്ക് ആരെ പോലെ ആയിരുന്നു? ഓപ്ഷൻ എ പുരോഹിതനെ പോലെ, ബി പുത്രനെ പോലെ, സി സഹോദരനെ പോലെ. 70. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ആര് തന്നെ അനുഗ്രഹിക്കുമെന്നാണ് മിക്ക അറിയുന്നത്? ഓപ്ഷൻ എ ദൈവം,
ബി മിശിഹ, സി കർത്താവ്. 71 ന്യായാധിപന്മാർ 18:1 പ്രകാരം ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ അതുവരെ ഒരു സ്ഥലം അവകാശമായി ലഭിക്കാതിരുന്ന ഗോത്രം ഏത്? ഓപ്ഷൻ എ ബെഞ്ചമിൻ ഗോത്രം, ബി ദാൻ ഗോത്രം, സി ആഷേർ ഗോത്രം. 72 ദാൻ ഗോത്രക്കാർ ആരെയാണ് ദേശം ഒറ്റുനോക്കാൻ അയച്ചത്? ഓപ്ഷൻ എ തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ, ബി തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 3 പേരെ, സി തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 2 പേരെ. 73 ദൈവത്തോട് എന്ത് ആരാഞ്ഞറിയുക എന്നാണ് സ്ഥലം ഒറ്റുനോക്കാൻ വന്നവർ യുവലേവ്യനോട് പറഞ്ഞത്? ഓപ്ഷൻ എ തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന്, ബി തങ്ങൾക്ക് ദേശം കിട്ടുമോ എന്ന്, സി തങ്ങൾക്ക് ജീവിതമാർഗം കാണിച്ചു തരുമോ എന്ന്. 74 മിക്കായുടെ ഭവനത്തിൽ നിന്നും പുറപ്പെട്ട 5 പേർ എവിടെയാണ് എത്തിയത്? ഓപ്ഷൻ എ എഫ്രായിമിൽ, ബി കിരിയാത്ത് യയാറിമിൽ, സി ലായിഷിൽ. 75 ലായിഷിലെ ജനങ്ങൾ ആരെ പോലെ ആയിരുന്നു? എ സീദോന്യരെ പോലെ, ബി മൊവാബ്യരെ പോലെ, സി അമോന്യരെ പോലെ. 76 അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു, അവർ സമ്പന്നരായിരുന്നു. ന്യായാധിപന്മാർ 18:7 ഇപ്രകാരം പറയുന്നത് ആരെ പറ്റിയാണ്? ഓപ്ഷൻ എ ലായിഷിലെ ജനങ്ങളെ പറ്റി, ബി എഫ്രായിമിലെ ജനങ്ങളെ പറ്റി, സി മൊവാബിലെ ജനങ്ങളെ പറ്റി. 77 നിങ്ങൾ ചെല്ലുമ്പോൾ ആരെ കണ്ടുമുട്ടുമെന്നാണ് ദേശം ഒറ്റുനോക്കാൻ പോയവർ പറഞ്ഞത്? ഓപ്ഷൻ എ കുറ്റബോധമുള്ള ഒരു ജനതയെ, ബി നിഷ്കളങ്കരായ ഒരു ജനതയെ, സി ശങ്കയില്ലാത്ത ഒരു ജനത്തെ. 78 ദാൻ ഗോത്രത്തിലെ എത്ര പേരാണ് ദേശം കൈവശമാക്കുന്നതിന് വേണ്ടി പോയത്? ഓപ്ഷൻ എ ആയുധധാരികളായ 600 പേർ, ബി ആയുധധാരികളായ 300 പേർ, സി ആയുധധാരികളായ 500 പേർ. 79 മഹനേദാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ ദാനിൻ്റെ പാളയം, ബി ദാനിൻ്റെ ഗോത്രം, സി ദാനിൻ്റെ മാർഗം. 80 കിരിയാത്ത് യയാറിമിൻ്റെ ഏത് ഭാഗത്താണ് മഹനേദാൻ? ഓപ്ഷൻ എ കിഴക്ക്, ബി വടക്ക്, സി പടിഞ്ഞാറ്. 81 ന്യായാധിപന്മാർ 18:16 പ്രകാരം യുവലേവ്യനോട് കുശലം ചോദിച്ചപ്പോൾ പടിവാതിൽക്കൽ നിന്നത് ആര്? ഓപ്ഷൻ എ ആയുധധാരികളായ 600 പേർ, ബി പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ, സി നിർഭയരായ 300 സേനാനികൾ. 82 മിക്കായുടെ ഭവനത്തിലെ കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും ആരാണ് എടുത്തത്? ഓപ്ഷൻ എ പുരോഹിതൻ, ബി ചാരവൃത്തിക്ക് ചെന്ന 5 പേർ, സി ദാൻ ഗോത്രക്കാർ. 83 ന്യായാധിപന്മാർ 19:1 അനുസരിച്ച് ലേവ്യൻ
ഉപനാരിയായി സ്വീകരിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ ഒരു സ്വൈരിണിയെ, ബി ഒരു തിമ്നാക്കാരിയെ, സി യൂദായിലെ ഒരു ബത്ലഹേംകാരിയെ. 84 ലേവ്യനോട് പിണങ്ങിയ ഉപനാരി എവിടേക്കാണ് പോയത്? ഓപ്ഷൻ എ പട്ടണത്തിലേക്ക്, ബി സഹോദര ഭവനത്തിലേക്ക്, സി പിതാവിൻ്റെ ഭവനത്തിലേക്ക്. 85 യുവതിയുടെ പിതാവ് ലേവ്യനെ എപ്രകാരമാണ് ഭവനത്തിൽ സ്വീകരിച്ചത്? ഓപ്ഷൻ എ ദേഷ്യത്തോടെ, ബി സങ്കടത്തോടെ, സി സന്തോഷത്തോടെ. 86 അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്ത് പോകാമെന്ന് ലേവ്യനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ യുവതിയുടെ പിതാവ്, ബി യുവതിയുടെ മാതാവ്, സി യുവതിയുടെ സഹോദരൻ. 87 നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. 19:11 പ്രകാരം ഇത് ആരോട് പറഞ്ഞതാണ്? ഓപ്ഷൻ എ ലേവ്യൻ്റെ ഭൃത്യൻ യജമാനനോട്, ബി വൃദ്ധൻ ലേവ്യനോട്, സി ലേവ്യൻ ഭൃത്യനോട്. 88 ന്യായാധിപന്മാർ 19:26 പ്രകാരം ആ സ്ത്രീ ആര് കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കലാണ് തളർന്നു വീണത്? ഓപ്ഷൻ എ വൃദ്ധൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ, ബി ആഭാസന്മാർ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ, സി തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ. 89 ലേവ്യൻ തൻ്റെ ഉപനാരിയെ എടുത്ത് കഴുതപ്പുറത്ത് വച്ച് എവിടേക്കാണ് പോയത്? ഓപ്ഷൻ എ ഗ്രാമത്തിലേക്ക്, ബി പട്ടണത്തിലേക്ക്, സി സ്വന്തം വീട്ടിലേക്ക്. 90 ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനത്തോടൊപ്പം ചേർന്നത് ആരാണ്? ഓപ്ഷൻ എ മൊവാബ്യർ, ബി ഗിലെയാദ് ദേശക്കാർ, സി എഫ്രായിംകാർ. 91 താനും ഉപനാരിയും എവിടെ താമസിക്കാൻ ചെന്നു എന്നാണ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? ഓപ്ഷൻ എ ലായിഷിൽ, ബി ജോർദാനിൽ, സി ഗിബയായിൽ. 92 പൂരിപ്പിക്കാനുള്ളതാണ്. അത്ര വലിയ ഡാഷ് ആണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത്? ന്യായാധിപന്മാർ 20:6 പ്രകാരം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ക്രൂരത, ബി മ്ലേച്ഛത, സി നന്ദികേട്. 93 ന്യായാധിപന്മാർ 20:8 പ്രകാരം ഇസ്രായേൽ ജനം ചെയ്ത ശപഥം എന്തായിരുന്നു? ഓപ്ഷൻ എ ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യും, ബി ഞങ്ങൾ ഇതിന് കാരണക്കാരായവരെ വെറുതെ വിടുകയില്ല, സി ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല. 94 വാളെടുക്കാൻ പോന്ന 26,000 ബെഞ്ചമിൻ ഗോത്രക്കാരിൽ എത്ര പേരാണ് ഇടത്തുകയ്യന്മാരായിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ എ 500 പേർ, ബി 700 പേർ, സി 1000 പേർ. 95 ന്യായാധിപന്മാർ 20:23 പ്രകാരം ഇസ്രായേൽ ജനം സായാഹ്നം വരെ എന്തു ചെയ്തുവെന്നാണ് കാണുന്നത്? ഓപ്ഷൻ എ കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞു, ബി കർത്താവിനോട് കേണപേക്ഷിച്ചു, സി കർത്താവിൻ്റെ മുമ്പിൽ തളർന്നു കിടന്നു. 96
അഹറോന്റെ പുത്രനായ എലയാസറിൻ്റെ പുത്രൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ കാലബ്, ബി ജോഷുവ, സി ഫിനഹാസ്. 97. ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും തമ്മിൽ പറഞ്ഞൊത്തിരുന്ന അടയാളം എന്തായിരുന്നു? ഓപ്ഷൻ എ പട്ടണത്തിൽ തീയിടണമെന്ന്, ബി പട്ടണമതിൽ തകർക്കണമെന്ന്, സി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന്. 98. മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തതായി ന്യായാധിപന്മാർ 21:1 പറയുന്നത് ആരാണ്? ഓപ്ഷൻ എ ഇസ്രായേൽക്കാർ, ബി ഗിബെയക്കാർ, സി എഫ്രായിംകാർ. 99. ഇസ്രായേൽ സമൂഹം ആരുടെ അടുക്കലേക്ക് ആളയച്ചാണ് സമാധാന പ്രഖ്യാപനം നടത്തിയത്? ഓപ്ഷൻ എ ഏത്താം പാറയിടുക്കിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുത്തേക്ക്, ബി റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുത്തേക്ക്, സി ഗബയായിലുണ്ടായിരുന്ന ദാൻ ഗോത്രക്കാരുടെ അടുത്തേക്ക്. 100. ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്, ബി പാട്ടുപാടാൻ വന്ന യുവതികളിൽ നിന്ന്, സി കാഴ്ചക്കാരായി വന്ന യുവതികളിൽ നിന്ന്. ഈ 100 ചോദ്യങ്ങൾ ഞാൻ വായിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉത്തരങ്ങൾ വായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഉത്തരം കറക്റ്റാണോ എന്ന് നോക്കുക. എത്ര ശരിയുണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ജഫ്ത. 2 ഓപ്ഷൻ എ ഗിലയാദ്. 3 ഓപ്ഷൻ സി തോബ് എന്ന സ്ഥലത്തേക്ക്. 4 ഓപ്ഷൻ സി പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന്. 5 ഓപ്ഷൻ ബി സീഹോൻ. 6 ഓപ്ഷൻ എ യാഹാസിൽ. 7 ഓപ്ഷൻ സി കെമോഷ്. 8 ഓപ്ഷൻ എ ബാലാഖ്. 9 ഓപ്ഷൻ ബി ജഫ്തായുടെ. 10 ഓപ്ഷൻ എ ദഹനബലിയായി. 11 ഓപ്ഷൻ ബി 2 മാസത്തേക്ക്. 12 ഓപ്ഷൻ എ സഫോണിലേക്ക്. 13 ഓപ്ഷൻ ബി ഗിലയാദുകാരെയെല്ലാം. 14 ഓപ്ഷൻ എ ഗിലയാദിൽ. 15 ഓപ്ഷൻ എ 6 വർഷം. 16 ഓപ്ഷൻ സി 30. 17 ഓപ്ഷൻ ബി ഏലോൻ. 18 ഓപ്ഷൻ എ 70. 19 ഓപ്ഷൻ എ 4. 20 ഓപ്ഷൻ ബി മനോവ. 21 ഓപ്ഷൻ എ 40 വർഷം. 22 ഓപ്ഷൻ സി വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ. 23 ഓപ്ഷൻ എ ക്ഷൗരക്കത്തി. 24 ഓപ്ഷൻ എ ഓപ്ഷൻ സി ദൈവത്തിന്. 25 ഓപ്ഷൻ ബി ദൈവപുരുഷൻ. 26 ഓപ്ഷൻ സി വയലിലായിരിക്കുമ്പോൾ. 27 ഓപ്ഷൻ എ ആട്ടിൻകുട്ടിയെ. 28
ഓപ്ഷൻ ബി കർത്താവിൻ്റെ ദൂതൻ മനോവയോട്. 29 ഓപ്ഷൻ സി ദഹനബലിയോടുകൂടെ. ഓപ്ഷൻ ബി ധാന്യബലിയോടുകൂടെ. 30 ഓപ്ഷൻ ബി ദൈവത്തെ കണ്ടതുകൊണ്ട്. 31 ഓപ്ഷൻ എ മാതാപിതാക്കളോട്. 32 ഓപ്ഷൻ എ ഫിലിസ്ത്യർ. 33 ഓപ്ഷൻ സി മാതാപിതാക്കന്മാരെ. 34 ഓപ്ഷൻ ബി കടങ്കഥ. 35 ഓപ്ഷൻ ബി ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും. 36 ഓപ്ഷൻ സി വിരുന്ന് അവസാനിക്കുന്ന 7-ാം ദിവസം വരെ. 37 ഓപ്ഷൻ ബി 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ്. 38 ഓപ്ഷൻ സി അഷ്കലോണിൽ ചെന്ന്. 39 ഓപ്ഷൻ ബി കുറേ നാൾ കഴിഞ്ഞ് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്. 40 ഓപ്ഷൻ എ കുറുനരി. 41 ഓപ്ഷൻ ബി ഏത്താം പാറക്കെട്ടിൽ. 42 ഓപ്ഷൻ സി അവരോട് ചെയ്തതിന് പകരം വീട്ടുന്നതിന്. 43 ഓപ്ഷൻ ബി നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന്. 44 ഓപ്ഷൻ സി പുതിയ 2 കയറുകൊണ്ട്. 45 ഓപ്ഷൻ എ ആയിടെ ചത്ത ഒരു കഴുതയുടെ. 46 ഓപ്ഷൻ സി 1000 പേരെ. 47 ഓപ്ഷൻ ബി റാമാത്ത് ലേഹി. 48 ഓപ്ഷൻ സി താടിയെല്ലിൻ്റെ മല. 49 ഓപ്ഷൻ ബി ലേഹിയിലുള്ള ഉള്ളുപൊള്ളയായ ഒരു സ്ഥലം. 50 ഓപ്ഷൻ സി ഗാസായിലേക്ക്. 51 ഓപ്ഷൻ ബി പട്ടണപ്പടിപ്പുരയുടെ വാതിൽ. 52 ഓപ്ഷൻ സി സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും. 53 ഓപ്ഷൻ ബി അവൻ്റെ ശക്തിയുടെ രഹസ്യം. 54 ഓപ്ഷൻ സി 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ. 55 ഓപ്ഷൻ എ 3 പ്രാവശ്യം. 56 ഓപ്ഷൻ സി ജനനം മുതലേ. 57 ഓപ്ഷൻ ബി കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം. 58 ഓപ്ഷൻ ബി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച്. 59 ഓപ്ഷൻ സി മാവ് പൊടിക്കുന്ന ജോലി. 60 ഓപ്ഷൻ ബി ദാഗോൻ. 61 ഓപ്ഷൻ എ അവരുടെ മുമ്പിൽ അഭ്യാസം കാണിക്കുന്നതിന്. 62 ഓപ്ഷൻ ബി തൂണുകളുടെ ഇടയിൽ. 63 ഓപ്ഷൻ എ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ. 64 ഓപ്ഷൻ സി ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികം പേരെ. 65 ഓപ്ഷൻ എ 1100. 66 ഓപ്ഷൻ സി മിക്കായ്ക്ക്. 67 ഓപ്ഷൻ സി ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം. 68 ഓപ്ഷൻ എ 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും.
69 ഓപ്ഷൻ ബി പുത്രനെ പോലെ. 70 ഓപ്ഷൻ സി കർത്താവ്. 71 ഓപ്ഷൻ ബി ദാൻ ഗോത്രം. 72 ഓപ്ഷൻ എ തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ. 73 ഓപ്ഷൻ എ തങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന്. 74 ഓപ്ഷൻ സി ലായിഷിൽ. 75 ഓപ്ഷൻ എ സീതോന്യരെ പോലെ. 76 ഓപ്ഷൻ എ ലായിഷിലെ ജനങ്ങളെ പറ്റി. 77 ഓപ്ഷൻ സി ശങ്കയില്ലാത്ത ഒരു ജനത്തെ. 78 ഓപ്ഷൻ എ ആയുധധാരികളായ 600 പേർ. 79 ഓപ്ഷൻ എ ദാനിൻ്റെ പാളയം. 80 ഓപ്ഷൻ സി പടിഞ്ഞാറ്. 81 ഓപ്ഷൻ ബി പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ. 82 ഓപ്ഷൻ ബി ചാരവൃത്തിക്ക് ചെന്ന 5 പേർ. 83 ഓപ്ഷൻ സി യൂദായിലെ ഒരു ബത്ലഹേംകാരിയെ. 84 ഓപ്ഷൻ സി പിതാവിൻ്റെ ഭവനത്തിലേക്ക്. 85 ഓപ്ഷൻ സി സന്തോഷത്തോടെ. 86 ഓപ്ഷൻ എ യുവതിയുടെ പിതാവ്. 87 ഓപ്ഷൻ എ ലേവിൻ്റെ ഭൃത്യൻ യജമാനനോട്. 88 ഓപ്ഷൻ സി തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ. 89 ഓപ്ഷൻ സി സ്വന്തം വീട്ടിലേക്ക്. 90 ഓപ്ഷൻ ബി ഗിലെയാദ് ദേശക്കാർ. 91 ഓപ്ഷൻ സി ഗിബയായിൽ. ഈ 92ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി മ്ലേച്ഛത. 93 ഓപ്ഷൻ സി ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല. 94 ഓപ്ഷൻ ബി 700 പേർ. 95 ഓപ്ഷൻ എ കർത്താവിൻ്റെ മുന്നിൽ കരഞ്ഞു. 96 ഓപ്ഷൻ സി ഫിനെഹാസ്. 97 ഓപ്ഷൻ സി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന്. 98 ഓപ്ഷൻ എ ഇസ്രായേൽക്കാർ. 99 ഓപ്ഷൻ ബി റിമ്മോൻ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുത്തേക്ക്. 100 ഓപ്ഷൻ എ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്. അപ്പോൾ ഇനി നിങ്ങൾ എത്ര നിങ്ങളുടെ ശരിയായെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്ത് ഞാൻ വീണ്ടും വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.